രാജ്യത്ത് ഈ ക്രൂഷ്യൽ ടൈമില് ഇന്ത്യക്കാരനെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും രാജ്യത്തെ ചതിച്ച് രാജ്യത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാനിലുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്ന നടപടി തീർച്ചയായിട്ടും അത് രാജ്യദ്രോഹം തന്നെയാണ്. അവർക്കെതിരായിട്ട് രാജ്യദ്രോഹത്തിന് കേസെടുക്കേണ്ടി വരും. അവരെ തൂക്കിക്കൊന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കാലാകാലങ്ങളത്തോളം ജയിലിൽ കിടക്കേണ്ടി വരും. ഇതുപോലെയുള്ള വളരെയധികം സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിലേറ്റവും കുപ്രസിദ്ധനായ ഒരാളുണ്ട്, കുമർ നാരായണൻ. അതൊക്കെ 1985 കാലഘട്ടത്തില് കുമർ നാരായണനെ ഇന്ത്യ അല്ലെന്ന് ചാരപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലെ വലിയ വാർത്തയായിരുന്നു അത്. അയാളെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ്. അയാള് റഷ്യക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഫ്രാൻസിന് വേണ്ടിയുമാണ് ഈ ചാരപ്രവർത്തനം നടത്തിയെന്നാണ് അന്ന് വന്ന വാർത്തകൾ. അന്ന് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയന്റെ കീഴിലെ പോളണ്ട് ഉൾപ്പെടെയുള്ള വളരെയധികം രാജ്യങ്ങൾ ആ റഷ്യൻ ഫെഡറേഷനിൽ കിടക്കുന്ന കാലഘട്ടത്തിലാണ്. റഷ്യയാണ് ആ ചാരപ്രവർത്തനം നടത്താനായിട്ട് വേണ്ട സഹായം ചെയ്തു എന്ന് പറയുന്നു. ഫ്രാൻസിനും ഇയാള് കുമർ നാരായണൻ ചാരപ്രവർത്തനം നടത്തിയിട്ടും ഏതായാലും പിടിവീഴുമ്പം കുമർ നാരായണൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു.